നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് പോവാം. 100% സബ്മിഷൻ ടു യുവർ അപ്ലൈൻ. പലപ്പോഴും ഈ ബിസിനസ്സിൽ പല ആളുകളും അടിപതറുന്നത് ഞാൻ കാണാറുള്ളത്, പലപ്പോഴും അവരെ സംബന്ധിച്ച് അവരൊരു ലെവലിന് മുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും അപ്ലൈൻസ്, അതായത് അവരെ ബിസിനസ്സിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന, നമ്മളുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഓണം കൂടുതലുണ്ട ആ വ്യക്തികളെ അവർ വിലമതിക്കാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോട് എത്രമാത്രം സബ്മിറ്റഡ് ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്കൊരു പക്ഷേ 100 ആവാം, 1000-ങ്ങളാവാം, 10,000-ങ്ങളാവാം, ഇത്രയും വലിയ ഓർഗനൈസേഷൻ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. സാധാരണ പറയാറുണ്ട്, 1000-ങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ മുന്നിൽ മാത്രം നിങ്ങൾ തല താത്തി നിൽക്കേണ്ടി വരും. അതാണ് നിങ്ങളുടെ ഗുരു അഥവാ നിങ്ങളുടെ അപ്ലൈൻ. നമ്മുടെ ബിസിനസ്സിലെ ലൈഫ് ലൈൻ ആണ് നമ്മുടെ അപ്ലൈൻ. ഞാൻ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം. പല ആളുകളും അപ്ലൈനെ 3 തരത്തിലാണ് യൂസ് ചെയ്ത് കാണാറുള്ളത്. 1 നോ യൂസ്, 2 മിസ് യൂസ്, 3 പ്രോപ്പർ യൂസ്. നോ യൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വ്യക്തിയെ മാനിക്കുക പോലും ചെയ്യില്ല. നിങ്ങളുടെ അപ്ലൈനെ കാണുന്ന സമയത്ത് റെസ്പെക്ട് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ മൈൻഡ് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലൈൻ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക, ഇതെല്ലാം തന്നെ നോ യൂസിന് എക്സാമ്പിളുകളാണ്. അതുപോലെ തന്നെ ഒരുപക്ഷെ നിങ്ങൾ ഒരു വലിയൊരു സ്റ്റേഡിയം ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യുന്നു, 10,000-ങ്ങൾ പങ്കെടുക്കുന്ന പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അപ്ലൈൻ സ്റ്റേജിലേക്ക് കയറുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ സ്റ്റേഡിയത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിൽ ഇരിക്കുന്ന സമയമായിരിക്കാം. പക്ഷേ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുക എന്നുള്ളത് നിങ്ങളുടെ അപ്ലൈനിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു റെസ്പെക്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഓരോ ചിന്തകളിലും നിങ്ങളുടെ വിജയം മാത്രമാണുള്ളത്. സോ അദ്ദേഹത്തിനോട് 100% അദ്ദേഹം പറയുന്ന വാക്കുകളോട് വളരെ സിൻസിയർ ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക. വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കുക, അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഒരുപക്ഷെ അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആണെങ്കിൽ പോലും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. 2 മിസ് യൂസ്. ചില ആളുകൾ അപ്ലൈനെ കൊറിയർ ബോയ് ആയിട്ടും അതുപോലെ തന്നെ കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ആയിട്ടും ഗ്രാഫിക് ഡിസൈനർ ഒക്കെ ആയിട്ട് മാറ്റുന്നത് കാണാറുണ്ട്. ഒരിക്കലും നമ്മളുടെ അപ്ലൈനെ ഇത്തരത്തിൽ നിങ്ങളുടെ ആളുകളെ വിളിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രൊഡക്റ്റുകൾ എത്തിച്ചു തരാനും നിങ്ങൾക്ക് വേണ്ടി പോസ്റ്ററുകൾ തയ്യാറാക്കാനും ഒന്നും മിസ്യൂസ് ചെയ്യാതിരിക്കുക. 3 പ്രോപ്പർ യൂസ്. പ്രോപ്പർ യൂസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുക. അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നോട്ട് ചെയ്യുക. ഒരുപക്ഷെ അതൊരു ഇൻഡിവിജ്വൽ കോൺവെർസേഷൻ ആണെങ്കിലും ഫോണിലൂടെ സംസാരിക്കുന്നതാണെങ്കിലും നിങ്ങൾ അദ്ദേഹം പറയുന്നത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഒരു മൈൻഡ് സെറ്റ്, ഒരുപക്ഷെ അത് കാണുന്ന നിങ്ങളുടെ 1000 ഡൗൺലൈൻസും നിങ്ങളെ ഫോളോ ചെയ്യാൻ അത് കാരണമായിട്ട് തീർന്നേക്കും. ഒരുപക്ഷെ നിങ്ങൾ നാളെ സംസാരിക്കുന്ന സമയത്ത് അവരും ഇതുപോലെ നോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് അതിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒരു സൂം മീറ്റിംഗിൽ അപ്ലൈൻ സംസാരിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുന്ന ആ ഒരു പ്രവണത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ നാളെ സംസാരിക്കുന്ന സമയത്ത് 1000-ങ്ങൾ വീഡിയോ ഓൺ ചെയ്ത് നിങ്ങളുടെ സംസാരത്തിന് വേണ്ടി കാതോർത്തിരിക്കുന്നുണ്ടായിരിക്കും. നമുക്കറിയാം, ലോകത്തിൽ വിജയിച്ചിട്ടുള്ള ഏത് വ്യക്തിക്കും ഒരു കോച്ച് ഉണ്ടായിരിക്കും. ഒരുപക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കോച്ച് സച്ചിൻ ടെണ്ടുൽക്കറിനേക്കാൾ പേരും പ്രശസ്തിയും കുറഞ്ഞൊരു വ്യക്തിയാണ്. പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യപ്പെടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കോച്ചാണ്, അല്ലെ? സച്ചിൻ ഇന്നും എന്നും ആ കോച്ചിനോട് എത്രമാത്രം സബ്മിറ്റഡ് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ലോകം മുഴുവൻ അദ്ദേഹം കീഴടക്കി. പക്ഷേ ഒരാളുടെ മുന്നിൽ അദ്ദേഹം തല കുനിച്ച് അദ്ദേഹം പറയുന്നത് കേട്ടിരുന്നു. ദാറ്റ് ഈസ് ഹിസ് അപ്ലൈൻ അഥവാ ഹിസ് കോച്ച്. നിങ്ങളുടെ അപ്ലൈൻ നിങ്ങളുടെ കോച്ചാണ്. അദ്ദേഹം പറയുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ, അത് 100% ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് കേട്ടിരിക്കുക, അത് ജീവിതത്തിൽ പകർത്തുക. അതിലൂടെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.